നമ്മൾ കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആമ്പിള്ളേരും പെമ്പിള്ളേരും സഫർ ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്നത്. സെലിബ്രിറ്റീസ് അടക്കം അല്ലേ? എല്ലാവരുടെയും വിചാരം ഇത് നമ്മൾക്ക് ഉറക്കക്കുറവ് കൊണ്ട് മാത്രം സംഭവിക്കുന്നതായിരിക്കും അതെ. എന്നുള്ളതാണ്. ഉറക്കം മാത്രമല്ലാതെ ഡയറക്റ്റ് നമ്മളുടെ ഡാർക്ക് സർക്കിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ. അപ്പോൾ ഈ പെരി ഓർബിറ്റൽ മെലനോസിസ് എന്ന് പറയുന്നത് അതാണ് ഈ ഡാർക്ക് സർക്കിൾസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അത് പിഗ്മെന്റേഷൻ ഇഷ്യൂ മാത്രമാണെന്നില്ല, വോളിയം കുറവും കൊണ്ടും വരാം. അതായത് നമ്മുടെ സ്കിന്നിന്റെ ഒരു മൂന്നാമത്തെ വളിയിൽ സബ്ക്യൂട്ടിനസ് ലെയർ എന്ന് പറയും. അവിടെ ഫാറ്റ് ഉണ്ട്. ഈ ഫാറ്റ് നമ്മൾ ഈ ചപ്പാത്തി വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഒരു തിൻ ലെയർ ആയിട്ട് അങ്ങനെയല്ല, പല പല പോക്കറ്റ്സ് ആയിട്ടുള്ളത്. അതായത് കണ്ണിന് ചുറ്റും ഒരു പോക്കറ്റ് ഉണ്ട്, ചീക്കിൽ പല ലെയേഴ്സിൽ പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ കണ്ണിന് ചുറ്റുമുള്ള പോക്കറ്റ്സ് ഒന്നാമത് ചില ആൾക്കാർക്ക് ജനിതകപരമായിട്ട് കുറവായിരിക്കും. അതായത് ചില ആളുകളുടെ ഐസ് വെൽ സെറ്റ് ആയിരിക്കും അല്ലെ, ഉള്ളിലേക്ക് തള്ളിയിട്ടായിരിക്കും, ഉള്ളിലേക്ക് ഇതായിട്ടായിരിക്കും ഇരിക്കുന്നവ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അതിന് ചുറ്റുള്ള ഫാറ്റ് കുറവായിരിക്കും. അപ്പം നാച്ചുറലി അവിടെ ഒരു ഹോളോ എഫക്റ്റ് ഉണ്ടാവുന്നതുകൊണ്ട് ഈ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഒരു ഷാഡോ വരും. അപ്പോൾ അത് പിഗ്മെന്റ് ആയിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ആക്ച്വൽ പിഗ്മെന്റ് ചിലപ്പോൾ ഉണ്ടാവും അവിടെ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ കോസ്മെറ്റിക്സിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക അസുഖങ്ങൾ വന്നിട്ട് അപ്പം ഒരാൾക്ക് അലർജി ഉണ്ട്, അയാൾ എപ്പോഴും കണ്ണ് തിരുമും. അപ്പം അങ്ങനെ കണ്ണ് തിരുമ്മി ആ ഭാഗത്തെ സ്കിന്നിൽ ചിലപ്പോൾ റഫും തിക്കും ബ്ലാക്കും ആവാം. അപ്പം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചില പ്രൊഡക്ട്സ്, ഇപ്പോൾ ഒരു ലോങ് ലാസ്റ്റിംഗ് കാജലൊക്കെ എന്നും ഇടുന്ന ഒരാളാണ്, അങ്ങനെ ആൾക്ക് കണ്ടടത്തിൽ കറുപ്പ് വന്നേക്കാം. ഐലിഡ് സ്കിൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ വെച്ച് ഏറ്റവും തിന്നസ്റ്റ് സ്കിന്നാണ്, അതൊന്നാമത്തെ കാര്യം. അപ്പൊ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് മാത്രമല്ല, നമ്മൾ വാഷ് ഓഫ് ചെയ്ത് വരുന്ന കെമിക്കൽസ്, അതായത് നമ്മളിപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കെമിക്കൽ അല്ലെങ്കിൽ നഖത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കെമിക്കൽ, ഇതുപോലും ഐലിഡ് അലർജി ഉണ്ടാക്കിയേക്കാം. അതായത് വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ ഇത് സെറ്റിൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ തിന്ന സ്കിൻ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും. അപ്പോൾ അലർജി വരാൻ വളരെ പ്രോൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഐലിഡ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കണ്ണ് തുറന്നല്ലേ ഇരിക്കുന്നത്. തുറന്നിരിക്കുന്ന സമയത്ത് ഇതൊരു ഒക്ലൂഡഡ് ഏരിയ ആണ്. അതായത് ഈ സ്കിന്നും തമ്മിൽ ഒട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉള്ള അലർജൻസ് കുറച്ചുകൂടെ പൊട്ടൻ്റ് ആവും. ആ ഒരു മോയ്സ്ചറും ഇതൊക്കെ ഉള്ളതുകൊണ്ടും സ്കിൻ ടു സ്കിൻ കോൺടാക്ട് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐലിഡ് അലർജീസ് അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി തന്നെയാണ്, ഐലിഡ് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെത്താനെ വരാം, നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് കൊണ്ടും വരാം. തന്നെത്താനെ വരുന്നത് ഈ എറ്റോപിക് ഡെർമറ്റൈറ്റിസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻസ്, ഈവൻ സോറിയാസിസ് പോലും ഐലിഡിനെ ബാധിച്ചേക്കാം. കെമിക്കൽ ഇൻഡ്യൂസ്ഡ് ആയിട്ട് മെയിൻലി വരുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കെമിക്കൽസും വേറെ എവിടെന്നെങ്കിലും ഒലിച്ചിറങ്ങി വരുന്ന കെമിക്കൽസും രണ്ടും ഉണ്ടാക്കിയേക്കാം. ഈ ചില ആൾക്കാർ ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അണ്ടർ ഐ ക്രീം തേക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അണ്ടർ ഐ ക്രീം ആക്ച്വലി ഹെൽപ്ഫുൾ ആണോ? അണ്ടർ ഐ ക്രീം ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ നമ്മൾ ഈ എന്താണ് കാരണം എന്ന് അറിയണമല്ലോ, എറ്റിയോളജി. അതായത് ഇപ്പൊ കാരണം ഒരു എന്താ പറയുക, കണ്ടടത്തിൽ ആ കുഴിവ് അല്ലെങ്കിൽ ആ ഒരു ഫാറ്റ് പാഡ് കുറഞ്ഞതാണെങ്കിൽ നമ്മൾ ക്രീം പുരട്ടി ഇരുന്നിട്ട് കാര്യമില്ല. അതിന് ഫില്ലർ ഇഞ്ചക്ഷൻസോ സ്കിൻ ബൂസ്റ്റേഴ്സോ തന്നെ വേണം. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് എന്ത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മോഡിഫിക്കേഷൻസ് ഈ പറഞ്ഞ പോലെ ഉറക്കം ഒന്ന് ക്രമീകരിക്കണം, അതേപോലെ നന്നായി വെള്ളം കുടിക്കണം, ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കണം, കണ്ണ് വല്ലാണ്ട് റബ്ബ് ചെയ്യരുത്. നമ്മൾ തിരുമോ റബ്ബിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെലാനിൻ പ്രൊഡക്ഷൻ പിന്നെയും കൂടും. അപ്പോൾ ഉള്ള പിഗ്മെന്റ് കൂടുതലാവുക ചെയ്യും. ഓക്കെ. ഇപ്പം നമ്മൾ ഏത് നേരം നമ്മളുടെ സ്ക്രീൻ ടൈം നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര കൂടുതലായിക്കോട്ടെ, 9 hours കൂടുതലൊക്കെയുള്ള സ്ക്രീൻ ടൈം ഉള്ള ആൾക്കാരുണ്ട്, ഞാൻ അടങ്ങുന്ന ആൾക്കാർ. അപ്പൊ ഈ മൊബൈൽ കൂടുതൽ എക്സ്പോഷർ ഉള്ള ആൾക്കാർക്ക് ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് ഉണ്ട്? അത് ഒരു പരിധി വരെ, കാരണം അത് ഐ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുമല്ലോ ആ സ്ട്രെയിൻ കാരണം. അപ്പൊ നമ്മൾ ബ്ലിങ്ക് ചെയ്യാൻ മറന്നു പോരുത്. 20 minutesലും കൂടുതൽ നോക്കിയിരിക്കുകയാണെങ്കിൽ പേർപ്പസ്ഫുള്ളി നമ്മൾ കുറച്ച് നേരം ഒരു പോസ് ചെയ്തിട്ട് ഗ്രീൻ കളറിൽ എന്തെങ്കിലും മാറ്റി ഫോക്കസ് ചെയ്യുക, ഒന്ന് ബ്ലിങ്ക് ചെയ്യുക. ബേസിക്കലി നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകും ബ്ലിങ്ക് ചെയ്യാൻ. ബട്ട് ഇയർ ഫിലിമിനും പ്രശ്നം വരും. അതൊക്കെ നമ്മുടെ ഐ ഹൈജീന്, പിന്നെ കുറേ നേരം യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ സ്ക്രീൻ പ്രൊട്ടക്റ്റിംഗ് ഫിൽറ്റേഴ്സ് ഉള്ള ഗ്ലാസസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ ഗാഡ്ജറ്റ്സിനും ലൈറ്റ് വരും, അതാണ് നമ്മളെ സ്കിന്നിൽ ബാധിക്കുന്ന വേറൊരു കാര്യം. അതായത് നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ പുറത്തൊന്നും പോകുന്നില്ല, പിന്നെ എനിക്ക് എങ്ങനെയാണ് ടാനിങ് വരുന്നത്, അങ്ങനെ ഒരു കൺസേൺ പലരും പറയാറുണ്ട്. അത് ഈ ഗാഡ്ജറ്റ്സ് എന്ന് വരുന്നത്, അപ്പം നമ്മുടെ ഈ ഫോണ്, അതുപോലെ തന്നെ LED TV അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം, അതിനകത്തു നിന്നൊക്കെ വരുന്ന ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റിനകത്ത് ഇപ്പം നമ്മൾ പറയുന്നു വിസിബിൾ ലൈറ്റും ഇൻഫ്രാറെഡും രണ്ടും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ലൈറ്റ്സിലൊക്കെ ചൂടും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് ലൈറ്റും വിസിബിൾ ലൈറ്റും പിഗ്മെന്റേഷന് ഒരു കാരണമാണ്. അപ്പോൾ മോഡേൺ സൺസ്ക്രീൻസിലൊക്കെ ഈ ഫിൽറ്റേഴ്സ് ഇതും കൂടെ ഉണ്ട്, ഇതിനെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിസിബിൾ ലൈറ്റിനെയും അതുപോലെ IR പ്രൊട്ടക്ഷനും കൂടെ ഉള്ളതാണ് പല പുതിയ സൺസ്ക്രീൻസ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ TV കാണുമ്പോഴൊക്കെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതുണ്ടോ? നമുക്ക് പിഗ്മെന്റേഷൻ അത്ര വലിയൊരു കൺസേൺ ആണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. ഇൻഡോർ സൺസ്ക്രീൻസ് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യാറ്. മഴക്കാലത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറയാറുണ്ട്. കാരണം എന്താ, മേഘങ്ങളുടെ ഇടയിൽ കൂടി UVA ഒക്കെ വരുന്നുണ്ട് അല്ലേ, നമുക്ക് അത്രയും തീവ്രത ഫീൽ ചെയ്യുന്നില്ല എന്ന് കാരണം. അത് കാരണം കൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാതെ ഇരിക്കരുത്. ഓക്കെ. അതുപോലെ ചില ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള സംഗതിയാണ് സ്കിൻ സൈക്ലിംഗ് എന്നുള്ളത്. അതായത് മൺഡേ ഒരു റൊട്ടീൻ, ട്യൂസ്ഡേ വരണം. ഈ സ്കിൻ സൈക്ലിംഗ് എന്നുള്ളത് ആക്ച്വലി നല്ല സംഭവമാണോ? സോ ഹൗ മച്ച് വുഡ് യു അലോട്ട് ഫോർ യുവർ സ്കിൻ കെയർ എന്നുള്ളതാണ്. യുവർ ബഡ്ജറ്റ്, അതൊരു വലിയ പ്രശ്നമാണ്. രണ്ടാമത്തെ, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഗുണമുള്ളതാണോ എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഒരു ദിവസം റെറ്റിനോൾ, ഒരു ദിവസം വൈറ്റമിൻ സി, ഒരു ദിവസം വേറെ പെപ്റ്റൈഡ്, ഇത്രയൊന്നും നമ്മുടെ സ്കിന്നിന് ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആവശ്യമുള്ളത് ഒരു ജെന്റിൽ ക്ലെൻസർ വേണം. അത് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റിനൊക്കെ ബാധിക്കുന്ന രീതിയിൽ. അതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കുന്ന എണ്ണഗ്രന്ഥികൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഇതിനനുസരിച്ചിട്ടുള്ള ക്ലെൻസർ വേണം. പിന്നെ ഒരു മോയ്സ്ചറൈസർ വേണം, പിന്നെ ഒരു സൺസ്ക്രീൻ വേണം. പിന്നെ രാത്രിയുള്ള മരുന്ന് ഡിപ്പെൻഡിങ് ഓൺ യുവർ സ്കിൻ കൺസേൺ.
അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്കിൻ കൺസേണും ഇല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പെപ്റ്റൈഡ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറംസോ ക്രീംസോ മതി. നേരെ മറിച്ച് ഒരു ഏജിങ്ങിൻ്റെ കൺസേൺ ഉണ്ട്, ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു ക്രീമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റെറ്റിനോൾ പോലത്തെ ക്രീമുകൾ യൂസ് ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഭയങ്കരമായിട്ട് സ്കിന്ന് സാഗ് ചെയ്ത് ഭയങ്കരമായിട്ട് റിങ്കിൾസ് ഒക്കെ വന്ന ഒരാൾ റെറ്റിനോൾ പുരട്ടിയിട്ട് എനിക്ക് ഗുണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റെറ്റിനോൾ ഇസ് നോട്ട് ദ റൈറ്റ് പ്രോഡക്റ്റ് ഫോർ യു. യു ഹാവ് ടു ഗോ ഫോർ പ്രൊസീജിയേഴ്സ്. അപ്പം ഈ സ്കിൻ സൈക്ലിംഗ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ആയിട്ട് പല ക്രീംസും യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ എക്സ്ഫോളിയേഷൻ നടക്കും. അപ്പം ഇപ്പോൾ ഒരു ദിവസം ഗ്ലൈക്കോളിക് ആസിഡ് ഇട്ടു, അടുത്ത ദിവസം സാലിസിലിക് ആസിഡ് ഇട്ടു, അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഇസ് നോട്ട് ഗോയിങ് ടു ഫോർഗിവ് യു. അല്ലെ, അതിൻ്റെ ബാരിയറിനെ മൊത്തം സ്ട്രിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഉള്ള കെമിക്കൽ മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവില്ല, നേരെ മറിച്ച് ദോഷം ഉണ്ടാവും. അപ്പം ആക്ച്വലി ഏറ്റവും മിനിമം പ്രൊഡക്ട്സ് ആണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ്. അത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മനസ്സിലാക്കി മാത്രം യൂസ് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഏത് സെറം ഏതൊക്കെ കൺസേൺ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് റിലവൻറ്റ് ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ചില സിറംസ് മാർക്കറ്റിംഗ് വഴി പുഷ് ചെയ്ത് വരുന്നതുണ്ട്. ഒരിടയ്ക്ക് വൈറ്റമിൻ സി ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അല്ലേ, അന്ന് എല്ലാവരും വൈറ്റമിൻ സി പുരട്ടുമായിരുന്നു. പേഷ്യൻസ് വന്നിട്ട് പറയും വൈറ്റമിൻ സി പുരട്ടിയിട്ട് എനിക്കൊരു ഗുണമില്ല. ഒരു കാലത്ത് നിയാസിനമൈഡ് ആയിരുന്നു താരം. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി ഒരു നല്ല പ്രൊഡക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നിനും ഒരു ഗുണമുള്ള ഒരു കാര്യമില്ല വൈറ്റമിൻ സി. അപ്പോൾ ഈ സ്കിൻ ബ്രൈറ്റനിങ്ങിന് അല്ലേ ഇപ്പം വൈറ്റമിൻ സി ആക്ച്വലി അതിൻ്റെ ഒന്നാമത് അതിൻ്റെ ഒരു ഷെൽഫ് ലൈഫും അതേപോലെ തന്നെ അത് കറക്റ്റ് രീതിയിലല്ല പാക്കേജിങ് ആൻഡ് സ്റ്റോറേജിങ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് ഡീഗ്രേഡ് ആയി പോകുന്ന കെമിക്കലാണ്. അപ്പം പിന്നെ ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്ക് ഇപ്പം നമ്മുടെ ടീനേജേഴ്സ് ആണല്ലോ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഒരു ആക്നെ പ്രോൺ സ്കിന്നുള്ള ഒരു കാറ്റഗറി ആണല്ലോ. ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് ഭയങ്കര ബാഡ് ഫ്ലെയേഴ്സ് കൊടുക്കും വൈറ്റമിൻ സി. പിന്നെ അതേപോലെ ഇനി പിഗ്മെന്റേഷന് വേണ്ടി പുരട്ടിയിട്ട് വൈറ്റമിൻ സി കാരണം പിഗ്മെന്റേഷൻ വരുന്നവരും ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ഡീഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ കൊണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ വൈറ്റമിൻ സി നല്ലൊരു ചോയ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓക്കെ. രണ്ടാമത്തത് നമ്മൾ കോമൺലി ഇപ്പോൾ പറയുന്ന നയാസിനമൈഡ് എല്ലാത്തിലും വർക്ക് ചെയ്യും, പക്ഷെ ഒന്നിലും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യില്ല. പിഗ്മെന്റേഷന് ഗുണമുണ്ട്, ആക്നിക്ക് ഗുണമുണ്ട്, ഓക്കെ. പക്ഷേ അതൊരു ജാക്ക് ഓഫ് ട്രേഡ്സ് ബട്ട് മാസ്റ്റർ ഓഫ് നൺ പോലത്തെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം നയാസിനമൈഡ് ബാക്കിയുള്ളതിൻ്റെ കൂടെ ഒരു എഡ്ജ്മെൻ്റ് ആയിട്ട് ഇപ്പം നമ്മളൊരു സാലിസിലിക് ആസിഡ് പ്ലസ് നയാസിനമൈഡ് അത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു ക്ലിൻഡാമൈസിൻ അഡാപ്ലിൻ ബേസ്ഡ് ക്രീമിൽ ഒരു നിക്കോട്ടിനമൈഡ് ഉണ്ട്, അത് ഓക്കെയാണ്. അല്ലാണ്ട് ഒറ്റയ്ക്ക് അത് വർക്ക് ചെയ്യുമോ ചോദിച്ചാൽ വലിയൊരു ഭയങ്കര അതിൻ്റെ ഒരു നമ്മൾ പേ ചെയ്യുന്നതിന് വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓക്കെ. അപ്പം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൽ ഇപ്പം നമ്മൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ റെറ്റിനോൾസ് നല്ലതാണ്, പക്ഷേ റെറ്റിനോൾസിൻ്റെയും കോൺസെൻട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു പ്രൊഡക്റ്റിന് നമ്മൾ കോസ്മെസ്യൂട്ടിക്കലിനും ഫാർമസ്യൂട്ടിക്കലിനും പറയുന്നുണ്ട്, അതിന് വ്യത്യാസമുണ്ട്. അതിനൊരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ കൂടുതലാണെങ്കിൽ ഇതിനെ കോസ്മെസ്യൂട്ടിക്കലായിട്ട് വിറ്റഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ എന്നും കൂടെ നോക്കണം. നമ്മൾ പറയുന്ന ഇപ്പം അതേ സംഭവം ഈ ഹെയറിൻ്റെ കുറേ പെപ്റ്റൈഡ്സ് ഉള്ള സിറംസ് ഉണ്ടല്ലോ, അതിലും ഉണ്ട്. അപ്പം അവർ വന്നിട്ട് പറയും, പേഷ്യൻ്റ് വന്നിട്ട് പറയും എൻ്റെ സിറത്തിൽ ഡെൻസലുണ്ട്, പ്രൊക്യാപ്പിലുണ്ട്, മിനെക്സിലുണ്ട് എന്നൊക്കെ പറയും. കോൺസെൻട്രേഷൻ എത്ര ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അത് അഡിക്വേറ്റ് കോൺസെൻട്രേഷൻ ഉള്ളതല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്തിട്ട് എന്താ കാര്യം?